ഇയ്യോബിന്റെ പുസ്തകം 14 അധ്യായം 7-9 വരെ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിന്റെ വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കരത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, നൽകിയ വചനത്തിനായി സ്തോത്രം ചെയ്തു. കർത്താവേ, എൻ്റെ ജനത്തിനായി നന്ദി പറയുന്നു. അടിയനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാവോട് കൂടിയിരിക്കണം. മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളിരിടും. ഹല്ലേലൂയ. നൽകിയ വചനത്തിന് നന്ദി പറഞ്ഞേ. പരസ്പരം കരം കൊടുത്തു പറഞ്ഞേ, ഞാനൊരു വൃക്ഷമാണ്, എനിക്ക് പ്രത്യാശയുണ്ട്, ഞാൻ വെട്ടിയാൽ കിളിർക്കും. ഹല്ലേലൂയ. ഇതാരാ പറഞ്ഞതെന്നറിയാവോ? ഒരു 5 വെട്ടേറ്റ ഒരു മനുഷ്യൻ പറയുക, എന്ത് സംഭവിച്ചാലും ഞാൻ പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വെട്ടേറ്റവർ ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ചില വെട്ട ഇന്ന് ഞാൻ കിളിർത്തി ഇവിടെ നിൽക്കുന്നതാ. നമുക്ക് വെട്ടി കിട്ടിയ മേഖലകളെ ഓർത്തൊന്ന് നന്ദി പറയാനുള്ള ഹൃദയമുണ്ടോ? കർത്താവിനെ വെട്ടിയനായി നന്ദി. ഇയ്യോബിന്റെ ഈ പുസ്തകത്തിന്റെ അധ്യായം തുടങ്ങുമ്പോൾ മരണത്തെ പറ്റിയാണ്. ഞാൻ മരണത്തെപ്പറ്റി ഒന്നുമല്ല പറയുന്നത്, മരണകരമായ ചില അനുഭവത്തിനകത്ത് പതറിപ്പോകാതെ ഇയ്യോബ് പറഞ്ഞു, ഞാൻ വെട്ടിയാ കിളിർക്കും. ഹല്ലേലൂയ. എൻ്റെയും നിൻ്റെയും ജീവിതത്തിനകത്തെ മേഖലകളിൽ ഒരു തളിർ വെളിപ്പെടുവാൻ പോകുക. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് എവിടെയൊക്കെ നമ്മൾ തള്ളിക്കെടുത്തിയ സന്തോഷങ്ങളാ, നമ്മുടെ തള്ളിക്കെടുത്തിയ സമാധാനങ്ങളാ, തള്ളിക്കെടുത്തിയ ആരോഗ്യമാ, തള്ളിക്കെടുത്തിയ ആരാധനകളാ, ആത്മാവിന്റെ ശക്തി കൊണ്ട് പൊട്ടിക്കിളിർക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊട്ടിക്കിളിർക്കുമെന്ന് പറയാൻ ഭയങ്കര സന്തോഷമാ. പക്ഷെ വെട്ടിക്കിട്ടിയ വൃക്ഷത്തിനെ പറയാൻ പറ്റത്തുള്ളൂ, ഞാൻ പൊട്ടിക്കിളിർക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറ, കർത്താവേ, നീ എന്നെ വെട്ടിയതിനായി നന്ദി, നീ എന്നെ വെട്ടിയതിനായി നന്ദി. ആരംഭമായിട്ട് ഒരു ചെറിയ കഥ ഞാൻ പറയാം. കുറേ ദേശാടന കിളികളാണ്. ഇങ്ങനെ ദേശം വിട്ട് പോകുന്നതാണല്ലോ ദേശാടന. അതിന് കിട്ടിയ പേര് അതുകൊണ്ടാണ്, ദേശാടന കിളിയാണ്. അവരിങ്ങനെ നോക്കുമ്പോൾ അവർ പറയും, ഒരു കൂട്ടം കൂടി ഇങ്ങനെ പറയും, ഒരു ദ്വീപുണ്ട്, ആ ദ്വീപിലേക്ക് നമുക്ക് ലക്ഷ്യമാക്കി പോകാം. അങ്ങനെ അവരടുത്ത ഒരു നല്ല സുദിനത്തിന് വേണ്ടി ആ ദ്വീപ് ലക്ഷ്യമാക്കി അവരിങ്ങനെ പറന്നു പോകുമ്പോൾ കൂട്ടത്തിലെ ഒരു ദേശാടന കിളി, അപ്പോൾ ഒരു കടൽ കടന്നു പോകണം, പ്രതികൂല കാലാവസ്ഥകളും ഭയങ്കര ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഒരു കിളി മാത്രം താഴെ വീണു. കൂട്ടത്തിലുള്ളവരൊക്കെ പറഞ്ഞു, അതിനെ നോക്കി നിന്നാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെത്താൻ പറ്റത്തില്ല, അതവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞ് കൂട്ടത്തിലുള്ളവരെല്ലാം പോയി. ഈ കുഴഞ്ഞു വീണ കിളി നേരെ ഈ വെള്ളത്തിൽ വീണു. അവൻ്റെ തൂവലുകളെല്ലാം നനഞ്ഞു. അതിൻ്റെ ഉള്ളത്തിൽ മാത്രം അതിന് വിചാരം, എനിക്കിനിയും മരണം മാത്രമേ ഉള്ളൂ. ചെറുകെ നനഞ്ഞ് വെള്ളത്തിനടിയിലേക്ക് ഇനി മരണം മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കിളി പെട്ടെന്ന് പൊന്തി വരാൻ തുടങ്ങി. അപ്പോൾ അതോർത്തു, ഞാൻ എനിക്ക് സംഭവിക്കും. നോക്കുമ്പോൾ ഒരു തിമിംഗലം ഇങ്ങനെ പൊന്തി അടിയിന്ന് പൊന്തി ഇങ്ങനെ കയറി വന്ന് ഒരു കുഞ്ഞു മിന്നാൻ വെട്ടം പോലെ ഈ കിളി അതിൻ്റെ മേൽത്തിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് അതിൻ്റെ ചിറകുകൾക്ക് ബലം കിട്ടി. ഈ തിമിംഗലം എങ്ങോട്ടാ? ഈ ദ്വീപ് ലക്ഷ്യമാക്കി ഇതിങ്ങനെ പോവുക. കുറേ കഴിഞ്ഞപ്പോൾ ഈ സൂര്യൻ്റെ കിരണങ്ങളൊക്കെ ഏറ്റ ഇത് തൂവലുകൾക്കൊക്കെ ഒരു ബലം കിട്ടി. ഈ തിമിംഗലത്തെ പുറത്തൊക്കെ ഇരുന്ന് അതിൻ്റെ ക്ഷീണമൊക്കെ മാറി തൻ്റെ കൂട്ടുകാരെത്തുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, ഈ പക്ഷി ആ ദ്വീപിലെത്തി. ഈ കഥ കൊണ്ട് മനസ്സിലാക്കി, പലപ്പോഴും ജീവിതത്തിനകത്ത് നീ ഏതെങ്കിലും മേഖലകളിൽ വെട്ടേറ്റ് കിടന്നെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഈ കഥയോട് ചേർന്ന് ഞാൻ പറയുവാണ്, നീ വെട്ടിയതിന് നന്ദി പറഞ്ഞോ. നിനക്ക് മുമ്പേ പോയവർ ചെല്ലും മുമ്പേ ചില ശ്രേഷ്ഠമായത്, താൽക്കാലിക ചില നന്മകൾ കൊണ്ട് ഒതുങ്ങാനല്ല, അതിനപ്പുറമായി ചില ശ്രേഷ്ഠമായത് നൽകുവാനാണ് നിന്റെ ജീവിതത്തിനകത്ത് തന്ന ഈ വെട്ട. നമുക്ക് ഇയ്യോബിലേക്ക് വരാം. ഇയ്യോബ്
നല്ലൊരു നിഷ്കളങ്കനായിരുന്നു, യഹോവ ഭക്തനായിരുന്നു, നീതിയോടെ കർത്താവിനെ സേവിച്ചു പോയ നല്ലൊരു കുടുംബം. കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബൈബിളിൽ പറയാവുന്ന ഒരു നല്ല ഭക്തനായ, മാതൃകയുള്ള, തൻ്റെ മക്കൾക്ക് വേണ്ടിയും കർത്താവിന് കൊടുക്കാനും ദൈവദാസന്മാരെ സൽക്കരിക്കാനും എന്തൊക്കെ ആ കാലഘട്ടത്തിലുണ്ടോ ആ ഊസ് ദേശത്തെ ഏറ്റവും സാക്ഷ്യമുള്ളൊരു കുടുംബമായിരുന്നു. ഹല്ലേലൂയ. അപ്പം ഈ 1-ാം അധ്യായം പോലെ 1-ാം അധ്യായത്തിൻ്റെ ആദ്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ പിശാചും സാക്ഷ്യം പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ആ വ്യക്തി പെട്ടെന്ന് ദൈവസന്നിധി സാത്താൻ ചെല്ലുമ്പോൾ നമുക്കത് പറയാതെ തന്നെ അറിയാം. ഇപ്പം സാത്താൻ പറയും, നീ എൻ്റെ സാത്താനോട് ചോദിക്കും, ദൈവം നീ എൻ്റെ ദാസനായ ഇയ്യോബിനെ ദൃഷ്ടി വെച്ചോന്നൊക്കെ ചോദിക്കും. നീ അവനുള്ളതൊക്കെ കവറിങ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് അവൻ ഇങ്ങനെ നിന്നെ സ്തുതിച്ചും തള്ളി പറയാതെയൊക്കെ ഇരിക്കുന്നത്. നീ അവൻ്റെ വെയിലൊന്ന് പൊളിക്കുക, അപ്പോൾ അറിയാം നീ അവൻ ത്യജിച്ചു പറയുന്നത്. ഹല്ലേലൂയ. 1-ാമത്തെ വെട്ടായിട്ട് തനിക്കുള്ള അന്നത്തെ പഴയ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ആടുകളും കഴുതകളും കൃഷിയൊക്കെ ആയിരുന്നു പഴയ കാലത്തിലെ ഏറ്റവും വലിയ ധനാഢ്യരായിട്ടുള്ളത്. അതുപോലെ എല്ലാ മൃഗസമ്പത്തും നന്മകൾ നിറഞ്ഞിരുന്ന ആ ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ പെട്ടെന്ന് ഒരു നാശം വന്നു. തൻ്റെ ആടുമാടുകളും തനിക്കുള്ള എല്ലാ മൃഗസമ്പത്തിനെയും 1-ാം അധ്യായത്തിൽ ശെബായരും കൽദേരും വന്ന് അത് മൊത്തവും കവർന്നുകൊണ്ട് പോയി. ഹല്ലേലൂയ. 1-ാമത്തെ വെട്ട്. ആ വെട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ സമ്പത്ത് മുഴുവനും കൊള്ളയടക്കപ്പെട്ടു, നിന്നെ നിർത്തിയിരുന്ന ആ ഒരു നന്മ മൊത്തം നഷ്ടപ്പെട്ടു. പക്ഷേ അതിനകത്ത് നിലവിളിക്കുകയാണോ? അല്ല ചെയ്തത്, ഞാൻ വെട്ടിയാൽ പൊട്ടിക്കിളർക്കും. ഏതേലും നിലവാരത്തിൽ നന്മ നഷ്ടപ്പെട്ട, നിനക്കുള്ള സ്ഥാനം നഷ്ടപ്പെട്ട, നിന്റെ ജോലി നഷ്ടപ്പെട്ട, ഏതേലും മേഖലകളിൽ നുറുങ്ങിയ ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം വന്നിട്ടുണ്ടെങ്കിൽ നിന്നോട് പറയുന്നു, നീ പൊട്ടിക്കിളിർക്കും. ആ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കൊടുങ്കാറ്റ് മരുഭൂമിയിൽ നിന്ന് വന്ന തൻ്റെ ഭവനം നഷ്ടപ്പെട്ടു, തൻ്റെ പുത്രന്മാർ നഷ്ടപ്പെട്ടു. അന്നേരം പറഞ്ഞു, യഹോവ തന്നു. യഹോവയുടെ മഹത്വം, ദൈവത്തിന് മഹത്വം കൊടുത്തു. 2-ാമത്തെ വെട്ട് തൻ്റെ ഭവനം നഷ്ടപ്പെട്ടു, തൻ്റെ തലമുറകൾ. 3-ാമത്തെ വെട്ട് തൻ്റെ തലമുറകൾ നഷ്ടപ്പെട്ടു. ഈ പകൽക്കാലം ഏതേലും മേഖലകൾക്കകത്ത് ഹല്ലേലൂയ നിന്റെ പ്രശ്നങ്ങളെ നോക്കി നീ പരിതപിക്കാതെ പറ, ഇന്ന് പകൽക്കാലം ഞാൻ പൊട്ടിക്കിളിർക്കാൻ പോവുക, എൻ്റെ ബിസിനസ് പൊട്ടിക്കിളിർക്കാൻ പോവുക, എൻ്റെ തലമുറകളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു പൊട്ടിക്കിളിർപ്പ്. ആർക്കും അവരെ ഇനി വെട്ടിക്കളയുവാൻ കഴിയാത്തവണ്ണം ഉന്നത നിലവാരങ്ങളിൽ എൻ്റെ തലമുറകള്, എൻ്റെ ഭവനത്തിനകത്തെ വെട്ടിയ മേഖലകൾക്കകത്ത് ഒരു പൊട്ടിക്കിളിർപ്പ് വെളിപ്പെടുവാൻ പോകുക. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തെ നീ ഏറ്റെടുക്കുവാണെങ്കിൽ ഒരു പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ഭവനത്തിനകത്ത് വെല്ലുവിളിക്കുന്ന ചെല്ലു വെല്ലുവിളികളുടെ മേൽ ഉടനെ ഒരു ചാട്ടുള്ളി പോലെ ഈ പകൽക്കാലം ദൈവത്തിന്റെ വചനം നിന്റെ ഭവനത്തിനകത്ത് ഒരു കിളിർപ്പ് വെളിപ്പെടുവാൻ പോകുന്നു. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് പറയാം, കർത്താവേ, നീ വെട്ടിയ മേഖലകൾക്കകത്ത് ഒരു കിളിർപ്പ് തരുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വെട്ടേറ്റ വൃക്ഷത്തിനെ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ കിളിർക്കുമെന്ന്. അല്ലാതെ ഒരാളോട് പറയാൻ പറ്റുമോ? അതെന്തോ അതുപോലും അറിയത്തില്ല. ഇന്നിവിടെ ഒരാളോട് ഞാൻ ഈ വചനം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തെ വെട്ടേറ്റ മേഖലകളെ ഒന്നോർത്ത് നന്ദി പറയാമോ? വെട്ടിയവരെ ഓർത്തൊന്ന് നന്ദി പറയാമോ? എൻ്റെ ബിസിനസ് പാർട്ട്ണർ എന്നെ വെട്ടിയനായി നന്ദി. എൻ്റെ തലമുറകൾ ചില മേഖലകളിൽ എന്നെ വെട്ടിയനായി നന്ദി. എൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് ചില മേഖലകളിൽ എന്നെ വെട്ടിയതിനായി നന്ദി. എൻ്റെ ജോലി മേഖലകൾക്കകത്ത് എന്നെ ഒറ്റപ്പെടുത്തി എന്നെ വെട്ടി മാറ്റി ചില മേഖലകൾക്ക് ഓർത്ത് നന്ദി പറയാമോ? നീ രഹസ്യമായി നിലവിളിച്ച ചില നിലവിളികൾക്കകത്ത് പരസ്യമായി ചില പൊട്ടിക്കിളിർപ്പ് ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. നിന്റെ കൂടാരത്തിനകത്ത് ഉയരേണ്ട ആരാധന തള്ളിക്കിടത്തിയ ചില ഇരുളിന്റെ വ്യാപാരങ്ങൾ, നീയും നിന്റെ തലമുറകളും സന്തോഷിക്കേണ്ട ചില സന്തോഷങ്ങളെ തള്ളിക്കിടത്തിയ ചില മേഖലകള്, നീ പ്രാപിക്കേണ്ട ചില നന്മകൾ നീ കാണുക, നിന്റെ കൈമോശം വന്ന ചില മേഖലകളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ആ മേഖലകളെ നോക്കി പറയുന്നു,
നീ പൊട്ടിക്കിളിർക്കാൻ പോകുക. ദാവീദ് കാട്ടിനകത്ത് തൻ്റെ കുടുംബങ്ങൾ തന്നെ വെട്ടിമാറ്റി. തൻ്റെ മാതാക്കൾക്കും പിതാവിനും ഒക്കെ ദാവീദിൻ്റെ തൻ്റെ മറ്റു പുത്രന്മാരോടൊപ്പം ഇതെൻ്റെ മകനെന്ന് പറയുവാൻ പോലും കഴിയാതെ അവരിൽ നിന്ന് വെട്ടി അവര് എവിടേക്ക് മാറ്റി? വനത്തിനകത്ത്, പ്രതികൂലത്തിനകത്തും പ്രതിസന്ധിക്കകത്തും ദാവീദ് ദൈവത്തെ സ്തുതിക്കാൻ മറന്നില്ല. ഇന്ന് പകൽക്കാലം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അതെല്ലാത്തിനും വിടുവെക്കുന്ന യഹോവ എന്ന് ദാവീദ് പറഞ്ഞ കാരണം എന്താണെന്ന് അറിയാമോ? അവനെ സകലരും വെട്ടിമാറ്റിയപ്പോൾ സ്വർഗം പറഞ്ഞു, നാളുകളിൽ ഒരു രാജാവായി, ഇസ്രായേലിന്റെ രാജാവായി ഞാൻ നിന്നെ തളിർപ്പിക്കാൻ പോകുക. ഈ വചനപ്രകാരം ഇന്നാരേലും ഏതേലും നിലവാരങ്ങളില്ല മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിമ്പി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കരം കൊടുത്തു പറ, ദൈവത്തിനൊരു പദ്ധതി നിന്നെ പറ്റിയുണ്ട്. സ്വപ്നക്കാരൻ എന്ന് കണ്ട് സഹോദരന്മാരാ ദൂരെ നിന്ന് വന്നവനെ വെട്ടി പൊട്ടക്കലത്തിനിട്ടപ്പോൾ സ്വർഗം പറഞ്ഞു, നിനക്ക് ഞാൻ മന്ത്രി കുപ്പായമിട്ട് നിനക്കൊരു തളർപ്പ് തരാൻ പോന്നു. ഈ പൊട്ടിക്കിളിർക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? പൊട്ടിക്കിളിർക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ പൊട്ടിയവർക്ക് നന്ദി പറഞ്ഞു, വെട്ടിക്കിട്ടിയ വൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇതെങ്ങനെയാ പൊട്ടിക്കിളിർക്കുന്നത്? വെള്ളത്തിന്റെ ഗന്ധം കൊണ്ടത് കിളിർക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ഗന്ധം പിടിക്കുന്ന ആരെങ്കിലും ഇവിടെയുണ്ടോ? നിന്റെ മുറിവേറ്റ മേഖലകളിൽ ഒരു തളർപ്പ് വെളിപ്പെടണമെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ ഗന്ധം ഞാൻ പൊട്ടിയാൽ കിളിർക്കും. ആ ഗന്ധം പിടിക്കുക. ദൈവത്തിന്റെ വചനം അത് അയക്കിന്റെ അടുത്ത് അതിന്റെ പ്രവൃത്തി കണ്ടിട്ടേ മടങ്ങി വരികയുള്ളൂ. ഇന്ന് നിന്റെ വെട്ടേറ്റ മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ ഗന്ധം നീ പകരുമെങ്കിൽ നീ തളിരിടാൻ പോകുക. ഹല്ലേലൂയ. വചനത്തിന്റെ ഗന്ധം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയേ. അതിന്റെ മേളിലുള്ള ഭാഗം നോക്കിയാൽ പറയാൻ പറ്റും. അതിന്റെ വേർ നിലത്ത് പഴകിയാലും, ആമേൻ, അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, ഹല്ലേലൂയ, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. കുറ്റി നമ്മൾ വേര് കണ്ടിട്ടുണ്ടല്ലോ. വേര് കാണാത്തൊരാളും ഉണ്ടോ? പഴകിപ്പോയത്, നാറ്റം വമിച്ചത്, സാധ്യതയില്ലാത്തത്, അങ്ങനെയുള്ള മേഖലയ്ക്കകത്ത് നമ്മളിപ്പം എന്ത് വെള്ളം തന്നാലും നമ്മൾ പച്ചവെള്ളത്തിൻ്റെ ഗന്ധം നമുക്ക് പിടിക്കാൻ പറ്റുമോ? നമ്മൾ ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് പറയാം ഇത് പച്ചവെള്ളമാണ്. ജീരക വെള്ളമോ മറ്റു ടാങ്കിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് പറയും ഇത് ഇന്ന വെള്ളമാണ്. പക്ഷെ മണ്ണിന് വെള്ളത്തിൻ്റെ ഗന്ധം പിടിച്ചെടുക്കാൻ കഴിയും. എത്ര പഴകിപ്പോയാലും, എത്ര സാധ്യതയില്ലെന്ന് മറ്റുള്ളവർ മാറ്റി നിർത്തി പറഞ്ഞാലും, അഴകിപ്പോയതിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളൊരു ദൈവം. നിന്റെ ജോലി മേഖല നിന്നെ റിജക്ട് ചെയ്തോട്ട്, നിന്റെ കുടുംബക്കാർ നിന്നെ റിജക്ട് ചെയ്തോട്ട്, നിന്നെ ഫലമില്ലെന്ന് പറഞ്ഞ നിന്നെ തള്ളിക്കളഞ്ഞ കല്ലിനെ ഒരു മൂലക്കല്ലാക്കി തീർക്കുന്നത് എൻ്റെ ദൈവം. ഇന്ന് ആത്മാവിൻ്റെ ഗന്ധം, ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ നമ്മൾ പാടി. ആത്മാവിൻ്റെ ഗന്ധത്തോടുകൂടി നിന്റെ മേഖല തകർന്ന് നുറുങ്ങി വെട്ടേറ്റ മേഖലയ്ക്കകത്ത് ചുവട് വെക്കുമ്പോൾ ഇന്നൊരു തളിർപ്പ് വെളിപ്പെടും. ആ തളിർപ്പ് ദൈവം നിന്റെ വെട്ടിയ മേഖലയ്ക്കൊരു സ്റ്റോപ്പ് ഇട്ടെങ്കിലാ, പിന്നീട് അത് ദൈവം തളിരിട്ടെങ്കിലാ, അതിനെ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാല കർത്താവ് എന്നെ തളിർപ്പിക്കാൻ പോവാ. രഹസ്യമായി നിലവിളിച്ചതും, രഹസ്യമായി ഇടിവിൽ നിന്നതും, രഹസ്യമായി കരഞ്ഞതിനും, രഹസ്യമായി ചെയ്ത സകല നൊമ്പരങ്ങൾക്കും പരസ്യമായി മാന്യതയും ഈ ആണ്ട് തീരും മുമ്പേ നീ കിളിർക്കോ. ഇസ്രായേൽ മക്കളെല്ലാം അഹരോന് മോശയ്ക്ക് നേരെ പിറുപിറുത്തു. അകത്ത് പിറുപിറുപ്പ് വരുമ്പോഴാ ഭയങ്കര പാട്. പുറത്തെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാം? സ്വന്തം ജനം അതിനകത്ത് അല്ലെ, ഒരു ദൈവദാസനെതിരെ സഭയിലെ ആൾക്കാർ ഇന്ന് പിറുപിറുക്കും എന്ന് പറഞ്ഞാൽ എന്തുവാ? അതുപോലെ മോശയ്ക്കും അഹരോനും നേരെ പിറുപിറുത്തു. സ്വർഗം അതിനുള്ള ഒരു മറുപടിയായിട്ട് പറഞ്ഞു, 12 ഗോത്രത്തിൽ നിന്ന് 12 കമ്പുകൾ, ബദാമിൻ്റെ കമ്പുകൾ വെട്ടിക്കൊണ്ട് വരുവാൻ. വെട്ടിയ കമ്പിനെ എവിടെ കൊണ്ട് വിടണം? സമാഗമന കൂടാതെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് കൊണ്ട് വെക്കാൻ പറഞ്ഞു.
12 വർഷം കൊണ്ട് പൂക്കേണ്ടത്, കായ്ക്കേണ്ടത് 12 മണിക്കൂർ കൊണ്ട്. ആർക്ക് കഴിയോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം. ഇതാണ് ദൈവത്തിന്റെ മാന്യത. അകത്തളങ്ങളിൽ ഒതുങ്ങിയിരിപ്പാനല്ല. ഞാനും നീ ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ഗന്ധത്തിനു വേണ്ടി നീ അയക്കുന്നിടത്ത് മൂട്ടുമടക്കുവാൻ തയ്യാറാണെങ്കിൽ, ഞാനും നീയും അറിയാത്ത ചില മേഖലകൾക്കകത്ത് തമ്പുരാന്റെ തളിർപ്പ് വെളിപ്പെടും. നമ്മൾ നമ്മളോട് തന്നെ പറയണം. അവളോട് തന്നെ പറഞ്ഞു, ഞാൻ സൗഖ്യമാകുമെന്ന്. എൻ്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും തൊട്ടാൻ ഞാൻ സൗഖ്യം. നമ്മൾ പറ, അവരോടെ കരമെടുത്ത് തലേ കൈവച്ച് പറ, ഞാനൊരു വൃക്ഷമാണ്, എന്റെ മേൽ എനിക്കൊരു പ്രതീക്ഷ, എന്റെ ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ പിശാചിനുമുണ്ട് പ്രതീക്ഷ. എങ്കിൽ ദൈവത്തിന്റെ പ്രത്യാശയ്ക്കൊത്ത വേണം, പ്രതീക്ഷയ്ക്കൊത്ത വേണം. ഞാൻ ആയിത്തീരും, എന്റെ കുടുംബമായിത്തീരും, എന്റെ തലമുറയായിത്തീരും, എന്റെ സഭയായിത്തീരും. ഞാൻ തളിരിടാൻ പോകുക. സാധാരണ വൃക്ഷങ്ങളെ നമ്മൾ അത്രയും നോക്കത്തില്ല. മാവൊക്കെ തളിരിട്ട് നിൽക്കുമ്പോ ഇത് മനോഹരവാ അല്ലെ? മൺസൂൺ മഞ്ഞ് കാലമൊക്കെ ആകുമ്പം തളിരിട്ട് നിൽക്കുമ്പോ അതുപോലെ നമ്മൾ നൊമ്പരപ്പെട്ടത് ആരും കാണത്തില്ല. സ്വർഗം കണ്ടിട്ടുണ്ട്. അത് പരസ്യമായി നീ തളിരിട്ട, നീ ഫലം കായ്ച്ച് എന്റെ സഭ പല മേഖലക്കകത്ത് തളിരിടാൻ പോകുന്നു. എന്റെ കുടുംബം, എന്റെ തലമുറ. വെറ്റേറ്റ മേഖല ഓർത്ത് ഇനി നിരാശപ്പെടുവോ? തളിരിട്ടു. ഹല്ലേലൂയ. കരം കൊടുത്തെന്ന് പറഞ്ഞേ, ഞാൻ തളിരിട്ടു. ഹല്ലേലൂയ. ആ തളിരിടുന്നത് എല്ലാവരും കാണാൻ പോവുക. എന്നെ തള്ളി മാറ്റിയവര്, എന്നെ ഒറ്റപ്പെടുത്തിയവര്, എന്നെ നിരാശപ്പെടുത്തിയവര്, നിന്നെ ഒന്നിനെ കൊള്ളില്ല എന്ന് പറഞ്ഞവര്, അവർ കാണുക, അവർ കാണുക, ശത്രുക്കൾ കാണുക. മേശയൊരുക്കുന്ന ദൈവം തന്റെ ശരീരത്തിനകത്ത് വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇയ്യോബിന്റെ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോ അവസാനം പുള്ളിക്കുള്ള സമ്പത്ത് എന്തോന്ന്? 2 ഓട്ട് കഷ്ണം ഇട്ട് ചുരണ്ടാന്. ഹല്ലേലൂയ. തൻ്റെ കാൽ ചവിട്ടി നിന്ന സകലതും ഒളിച്ചു പോയപ്പോൾ തൻ്റെ സ്നേഹിതന്മാർ പോലും ആശ്വസിപ്പിക്കേണ്ടതിന് പകരം നിന്റെ ദൈവം അങ്ങനെ ഇങ്ങനെ. ഹല്ലേലൂയ. പലപ്പോഴും എൻ്റെ നിന്റെ ജീവിതത്തിനകത്ത് പ്രതിബന്ധത്തിനും പ്രതിസന്ധിക്കകത്തും ഇന്ന് നമ്മളെ കുറ്റപ്പെടുത്തുവാൻ ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. കുറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തുന്ന ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് തൻ്റെ ഫിസിക്കൽ മേഖലകളെ തൊട്ടപ്പോഴും ഇയ്യോബ് പറഞ്ഞു, ഹല്ലേലൂയ, കൊന്നാലും ഞാൻ അവനായി ജീവിക്കും, ഞാൻ അവനായി ജീവിക്കും. എന്റെ ഈ വ്രണപ്പെട്ട ശരീരത്തിനകത്ത് ഒരു തളിരുണ്ടാകും. ഇന്ന് പകൽക്കാലം രോഗത്തിന്റെ ഏതെങ്കിലും മണ്ഡലങ്ങളെ പേര് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ രോഗമുള്ള ആ ഭാഗത്ത് കരതൊട്ട് പറ, ഒരു പുതിയ തളിർവിടാൻ പോകുക. എന്റെ രോഗത്തെ സൗഖ്യമാക്കി എന്റെ തമ്പുരാന്റെ കരമതിമേൽ ഒരു പുതിയ തളിരിടാൻ പോകുന്നു. പുതിയൊരു അവയവം ഉണ്ടാകാൻ പോകുന്നു. ചില അത്ഭുതത്തിന്റെ പ്രോസസിങ് എന്റെ ശരീരത്തിനെ വെളിപ്പെടാൻ പോകുന്നു. വിവാഹവേദിയിലൊക്കെ കരം കോർത്ത് പറയും, സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ഒക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ച ഭാര്യ പറഞ്ഞു, നിനക്ക് നാണവിധി, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞിട്ട് പോയി ചാവ്, ഞാൻ വിധവയായി ജീവിച്ചോളാം. പച്ച മലയാളത്തിൽ അവൾ അതാ പറഞ്ഞേ. പക്ഷെ അവളെ നോക്കിയിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഒരു പൊട്ടി ചിലക്കുന്ന പോലെ നീ ചിലക്കാതെ ബോഡി ഞാൻ പൊട്ടിക്കിളർക്കും. ആ അധ്യായത്തിന്റെ അവസാനം നോക്കുമ്പോൾ പൊട്ടിക്കിളർത്ത കുഞ്ഞുങ്ങളുമായി അവിടെ കരത്തിലിരിക്കുന്നു. നഷ്ടപ്പെട്ട തലമുറയ്ക്ക് 10, നഷ്ടപ്പെട്ട ആടുമാട് കഴുതകള്, അത് 7-ന് 14, 6-ന് 12,000 കൊടുത്ത് ദൈവം തന്റെ കഷ്ടകാലത്ത് തന്നെ കുറ്റപ്പെടുത്തിയ സ്നേഹിതന്മാരോട് ദൈവം പറഞ്ഞു, വല്ല വിടുതൽ വേണമെങ്കിൽ നീ അവൻ്റെ അടുത്ത് ചെല്ലാൻ. ദൈവനാമ നിമിത്തം നീ അനുഭവിക്കുന്ന സകലത്തിനും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനാ. നീ വേദനിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കണം. ദൈവത്തിൻ്റെ ഫേവർ വീണതുകൊണ്ടാ. ആ ഫേവർ എല്ലാവർക്കും കിട്ടത്തില്ല. ആ ഫേവർ വീണ യോഹന്നാനോട് ചോദിച്ചാൽ പറയാം, പത്മോസിനകത്ത് പോയത് ഇന്ന് വരെ ആർക്കും കാണാത്ത ചില ഫേവറുകൾ എന്നിലൂടെ വെളിപ്പെടുത്തുവാൻ നാളെ
സംഭവിക്കാൻ പോകുന്ന നാളത്തെ കാലഘട്ടങ്ങളെ തിരിക്കുന്ന ചില വെളിപ്പാടിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാനാ. ഒരു പൊട്ടിക്കിളിർപ്പ് വെളിപ്പെടുവാൻ, ഒരു പൊട്ടിക്കിളിർപ്പ് വെളിപ്പെടുവാ. നമ്മുടെ വേദനകൾക്കൊക്കെ നന്ദി പറയണം. ഹല്ലേലൂയ. ഈ വചനം പോലെ ഇന്ന് ശിഷ്യന്മാർ ശേഷിച്ച അപ്പക്കഷ്ണം തലയിലെടുത്ത് ചുമ്മിപ്പോയതുപോലെ ഇന്ന് ഈ വചനം എടുത്തുകൊണ്ട് വീട്ടിൽ പോണം. ഒരു വൃക്ഷമാ ഞാൻ. വചനത്തിന് ദൈവത്തോളം പവറാ. വചനത്തെ ദൈവത്തോളം പവറാ. ദൈവത്തിൻ്റെ ശബ്ദമോ വചനം. ദൈവത്തിൻ്റെ ശബ്ദം വനങ്ങളെ തോലുരിക്കുന്നു, മറ്റ്പേടകളെ പ്രസവിക്കുമാറാക്കുന്നു. കാദേശ് മരുവിനെ നടുക്കുന്ന ശബ്ദം നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ മുറിവേറ്റ മേഖലകൾക്കകത്ത് വെളിപ്പെടുമ്പോൾ ആർക്കും വെട്ടിക്കളയാൻ വയ്യാത്തൊരു കിളിർപ്പ് വെളിപ്പെടും. ഹല്ലേലൂയ. ഈ വചനം പോലെ ഇന്ന് നമുക്ക് അപ്പക്കഷ്ണം ശിഷ്യന്മാർ ചുമന്നുകൊണ്ടുപോയി, അതുപോലെ ഈ വചനം ഇന്ന് ചുമന്ന ഹല്ലേലൂയ നമ്മുടെ ഏതൊക്കെ മേഖലകൾക്കകത്ത് ഫീൽ ചെയ്യണോ, പരിതപിച്ച് നമ്മുടെ പ്രതിബന്ധങ്ങളെ നോക്കി പരിതപിച്ചിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം എന്താ നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്? നന്ദിയുള്ള ഹൃദയമുള്ളവരായി, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായി. ഈ വചനം പോലെ നമ്മളൊരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. വെട്ടിയാൽ, ഒന്ന് പറഞ്ഞേ, വെട്ടിയാൽ പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു പൊട്ടിക്കിളിർപ്പിന്റെ അനുഭവത്തോടെ നമ്മുടെ ഭവനം, നമ്മുടെ സഭ, നമ്മുടെ തലമുറകൾ, നമ്മൾ ഇടിവിൽ നിൽക്കുന്ന മേഖലകൾക്കകത്ത് ദൈവ വിവചനം പോലെ ചെയ്യുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ.